ഇന്ന് നീ പണം ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തിയാൽ നാളെ പണം നിന്റെ കാര്യം ഉറപ്പായിട്ടും നോക്കും. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കംപ്ലീറ്റ് സ്ക്രാച്ചിൽ നിന്ന് മാസം 1 ലക്ഷം രൂപ വരുമാനം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ നമ്മൾ പണത്തെക്കുറിച്ച് കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ പണം എന്ന് പറയുന്നത് എന്തോ ഡെവിൾ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ചെകുത്താനായിട്ടാണ് പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും പണത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ലോവർ സെൽഫ് നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യും. എനിക്കിതൊന്നും ഉണ്ടാക്കാനുള്ള കഴിവില്ല, എനിക്ക് പണമൊന്നും വേണ്ട, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നുള്ള ആ ഒരു ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ലോവർ സെൽഫിനെ ആദ്യം തന്നെ നിങ്ങൾ സൈഡിലോട്ട് മാറ്റുക. ഈ ഒരു വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് ഒരിക്കലും ക്വിക്ക് റിച്ച് സ്കീം അല്ല, പെട്ടെന്ന് എന്ന് കുറെ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ല നമ്മൾ പഠിക്കുന്നത്. പൈസ നിങ്ങളുടെ അരികിലേക്ക് വരണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പണിയെടുക്കണം. പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലോട്ട് വരണമെങ്കിൽ അത് നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ടിൽ നിന്നായിരിക്കണം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണോ നിങ്ങൾ പണിയെടുക്കുന്ന പോലെ ഫീൽ ചെയ്യാത്തത്, എത്ര എഫേർട്ട് ഇട്ടാലും നിങ്ങൾ ടയേർഡ് ആവാണ്ട് ഉറക്കമില്ലാണ്ട് നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുന്ന ആ ഒരു മേഖല നിങ്ങൾ ചൂസ് ചെയ്യണം. സ്വീറ്റ് സ്പോട്ട് എന്ന സ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേഖല ഏതാണെന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് വേണ്ടത്. നിങ്ങളുടെ സ്കിൽ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ നിങ്ങളുടെ സ്കിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാനും ഒരു സിസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യാനും പറ്റുന്ന കാര്യം തന്നെയായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനും സ്കെയിലപ്പ് ചെയ്യാനും പറ്റുന്ന ബിസിനസ്സും അല്ലാത്തൊരു ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, തട്ടിമുട്ടി പോകാനുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് മാസീവ് ആയിട്ടുള്ള സക്സസ് ആയിരിക്കണം. അല്ലാണ്ട് ചുമ്മാ വന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, മാസീവായിട്ട് നല്ല രീതിയിൽ തന്നെ പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. സോ ദ പോയിന്റ് ഈസ് വെരി സിമ്പിൾ. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാനും ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനും പറ്റുന്നത് തന്നെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബെറ്റർ നോട്ട് ടു സ്റ്റാർട്ട് ട്രേഡിംഗ്. ഞാൻ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് അല്ല, മറിച്ച് 10 രൂപയ്ക്ക് ഒരു കാര്യം വാങ്ങി അപ്പുറത്ത് 20 രൂപയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ 15 രൂപയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. മേ ബി ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം, പക്ഷേ ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ബിസിനസ് മോഡലിന്റെ നെഗറ്റീവ് വശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നെഗറ്റീവ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ കാണും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ പോവാണ്. ഞാനാണെങ്കിൽ തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഹോൾസെയിൽ ആയിട്ട് ക്ലോത്ത് എടുക്കുന്നു, അത് ഞാൻ റീസെൽ ചെയ്യുന്നു. ഈ പറയുന്ന കോമ്പറ്റീറ്റേഴ്സിന് എല്ലാവർക്കും ഈ പറയുന്ന ഹോൾസെയിൽ സ്ഥലത്ത് പോകാം, അവിടുന്ന് ഡ്രസ്സ് എടുക്കാം, നമ്മളെക്കാളും ചെറിയ പൈസയ്ക്ക് വിൽക്കാനും പറ്റും. സോ കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്, ഹൈ പ്രൈസിൽ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ ആ സെയിം പ്രോഡക്റ്റ് അപ്പുറത്ത് 80 രൂപയ്ക്ക് മറ്റൊരാൾ ഇട്ടാൽ ആൾക്കാർ അവരുടെ അടുത്തായിരിക്കും പോകുന്നത്. സോ ഹൈ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്നുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. നമ്പർ 3 ഇതുമായിട്ട് കണക്ട് ചെയ്തുള്ള പോയിന്റ് തന്നെയാണ്, നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ഈ ഒരു മേഖലയ്ക്ക് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി മറ്റൊരു മേഖലയായിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രേഡിംഗ്, ഞാൻ ഈ പറഞ്ഞ ബിസിനസ് മോഡലിന് വളരെ കുറച്ചായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. അപ്പൊ അത് കുറവാണെങ്കിൽ ആ ഒരു മേഖല ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ആ ബിസിനസ് ഈ കമ്പനി എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ ആ ഒരു കാലഘട്ടത്തിൽ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആൻഡ് ഇന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ ലുലു ഗ്രൂപ്പ് തുടങ്ങാൻ വേണ്ടി നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വലിയ ജയൻസുമായിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അവർ ഓഫർ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഒരിക്കലും ഓഫർ ഇട്ട് കൊടുക്കാൻ പറ്റാതാവുകയും നിങ്ങളുടെ ബിസിനസ്സിൽ നെഗറ്റീവ് സം ഗെയിം ആയിട്ട് മാറുകയും ചെയ്യും. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്സ് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പിക്ക് 1 സ്കിൽ ആൻഡ് മാസ്റ്റർ ഇറ്റ്. നിങ്ങൾ ഒരു മേഖല ചൂസ് ചെയ്യുക, ഒരു സ്കിൽ സെറ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിൽ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കുക. നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്ന് പറഞ്ഞ എഡിറ്റിംഗ് ആണെങ്കിൽ അതിൽ നിങ്ങൾ മാസ്റ്റർ ആവുക. നിങ്ങളുടെ സ്വീറ്റ് സ്പോട്ട് അല്ലെങ്കിൽ സ്കിൽ എന്ന് പറയുന്ന ട്രേഡിംഗ് ആണെങ്കിൽ അതിൽ നിങ്ങൾ മാസ്റ്റർ ആവുക. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏത് മേഖല ആയിക്കോട്ടെ, ഏത് സ്കിൽ സെറ്റ് ആയിക്കോട്ടെ, ഏത് ബിസിനസ് ഐഡിയ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് ദ ബെസ്റ്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നമ്പർ 2, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, ഐഡന്റിഫൈങ് ദ റൈറ്റ് പീപ്പിൾ. അതായത് നിങ്ങളുടെ നീഷ് മാർക്കറ്റ് സെറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സ്കിൽ സെറ്റ് അത് ആർക്കാണോ ആവശ്യമായിട്ടുള്ളത് അവരെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. മൂന്നാമത്തത് സെയിൽസ് ആണ്. അതായത് നിങ്ങളുടെ ഒരു സ്കിൽ സെറ്റ് നിങ്ങൾ കറക്റ്റ് ആളെ കണ്ടുപിടിച്ചു, അതായത് നിങ്ങളുടെ സ്കിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലത്തിന് നിങ്ങളുടെ സ്കിൽ ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഉപകാരപ്പെടും എന്നുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ബിസിനസ് മോഡൽ റെസ്റ്റോറൻറ്റ്സിനെയും അതേപോലെ ഫുഡ് ആവശ്യമായിട്ടുള്ള വിശന്നിരിക്കുന്ന ഫുഡ് ആവശ്യമായിട്ടുള്ള ആൾക്കാരെയും കണക്ട് ചെയ്യുന്നു. അവിടെയാണ് സെയിൽസ് നടക്കുന്നത്. അല്ലെങ്കിൽ ഊബർ, യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവരുടെ പ്രോബ്ലം, അവർക്ക് ഇന്ന സ്ഥലത്തു നിന്ന് ഒരു സ്ഥലം വരെ പോകണം, അപ്പൊ അവരെയും ടാക്സികളെയും ഒന്നിപ്പിച്ചു കൊടുക്കുന്നു. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഏത് മേഖലയാണോ, നിങ്ങളുടെ സ്കിൽ സെറ്റ് ആയിക്കോട്ടെ, സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും
ഒരു കസ്റ്റമറിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സെയിൽസ് ഉണ്ടായിരിക്കും. 3 പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന്, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിൽ നിങ്ങൾ മാസ്റ്റർ ആവുക. രണ്ടാമത്തത്, നിങ്ങൾക്ക് വേണ്ട നീഷ് ഓഡിയൻസിനെ നിങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തത് സെയിൽസ് ആണ്. ഇത് മൂന്നും കൂടെ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് നടക്കും. എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക, നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി, കംപ്ലീറ്റ് സ്ട്രാറ്റജിയിൽ നിന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ് PMB എന്ന് പറയുന്നത്, പേഴ്സണൽ മീഡിയ ബ്രാൻഡിങ്. ഗൈസ്, ഇത് 2025 ആണ്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഒക്കെ. സോ ഉറപ്പായിട്ടും നമ്മുടെ സ്കിൽ, നിങ്ങൾക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ആണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്കൊരു PMB വേണം, പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിൽ ഈ ഇടയ്ക്ക് വൈറലായിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, ലവ് വിഷ് എന്ന് പറയുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡിന്റെ ബിസിനസ് മോഡൽ വളരെ സിമ്പിൾ ആണ്. അവർ ആദ്യം ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവർ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കണ്ടുപിടിച്ചു. അത് അവർ എന്ത് ചെയ്തു, റൈറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് PMB ചെയ്തു. കറക്റ്റ് ഓഡിയൻസിലേക്ക് നല്ല രീതിയിൽ എത്തുകയും വളരെ ചെറിയൊരു സമയം കൊണ്ട് തന്നെ ഒരു ബ്രാൻഡ്, ഒരു നല്ല ടോപ്പ് ബ്രാൻഡായിട്ട് മാറാൻ അവർക്ക് സാധിച്ചു. ആൻഡ് ഈ പറഞ്ഞ ഒരു പോയിന്റ് ആപ്ലിക്കബിൾ ടു എവറിത്തിങ് ആണ്. ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞ ട്രേഡിംഗ് ആണ്. ഞാൻ ഈ ആഫ്റ്റർ ഈ ഒരു കഴിഞ്ഞൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ്സ് ഇട്ട് തുടങ്ങിയപ്പോൾ ആ ഒരു ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എന്റെ അടുത്തോട്ട് വന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഏൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻസ് അല്ലെങ്കിൽ യൂട്യൂബ് ആഡ് മാത്രം ഉപയോഗിച്ച് ലക്ഷങ്ങൾ നേടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ മടിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വീഡിയോ ചെയ്താൽ മതി. നിങ്ങൾ ആ ഒരു മേഖലയിൽ, നിങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ ബിസിനസിനെ വളർത്താൻ വേണ്ടിയിട്ട് ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു മൈക്രോ സെലിബ്രിറ്റി ആവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ, ഞാൻ ഇത്രയും നാളുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുക. കാരണം ഇതിനകത്ത് നിങ്ങൾ ആദ്യം കാണുന്ന രീതിയിലായിരിക്കത്തില്ല ചിലപ്പോൾ രണ്ടാമത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. മേ ബി ഈ ഒരു വീഡിയോ രണ്ടാമതും മൂന്നാമതും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങളുടെ തലയിൽ ഉദിക്കാം. അതൊരു ബെസ്റ്റ്, ഒരു മേ ബി ഒരു ആർക്കറിയാം, ഹൂ നോസ്, ഒരു $1 million ഒരു ബിസിനസ് ഐഡിയ ആവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇനി കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള, ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടെ പറയാം. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, കംപ്ലീറ്റ് സ്ട്രാറ്റജിയിൽ നിന്ന് നിങ്ങൾ ഇത്രയും ബിൽഡ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്പർ 1, ഡോണ്ട് ഫോക്കസ് ഓൺ ഗ്രോസ് മാർജിൻ, ജസ്റ്റ് ഫോക്കസ് ഓൺ നെറ്റ് P&L. അതായത് നിങ്ങൾ മിക്ക ആൾക്കാരും എന്റെ കമ്പനി ഒരു 1 ലക്ഷം 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ടേൺ ഓവർ ഒക്കെ ഉണ്ട് എന്നായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യാണ്ട് പ്രോഫിറ്റ്, പെട്ടിയിൽ അവസാനം എത്ര രൂപ വീഴുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എൻഡ് ഓഫ് ദ ഡേ നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നത് എന്തിനാ? പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലാഭമായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്, ഗ്രോസ് മാർജിൻ അല്ല, നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. നമ്പർ 2, ഓൺലി സെൽ ടു ക്വാളിഫൈഡ് കസ്റ്റമേഴ്സ്. ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കോർ വാല്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ അർഹരായിട്ടുള്ള ആ കസ്റ്റമേഴ്സിന് മാത്രം നിങ്ങൾ സെല് ചെയ്യുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ വാട്ട് എവർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് സെല് ചെയ്താലും അത് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെല് ചെയ്യുമ്പോഴാണ് അത് വീണ്ടും വീണ്ടും അവർ റീപർച്ചേസ് ചെയ്യാനും അവർ ഈ പറയുന്ന പോലെ അത് അവരുടെ വേർഡ് ഓഫ് മൗത്തിൽ കൂടെ മറ്റുള്ളവരിലോട്ട് എത്താൻ സാധ്യത. സോ ഒരുപാട് പേരെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സർവീസ് കൊടുത്ത് മോശം അഭിപ്രായം വരുന്നതിനേക്കാളും നല്ലത് വളരെ കുറച്ച് ആൾക്കാരെ ഫോക്കസ് ചെയ്ത് അവർക്ക് വാല്യൂസ് കൊടുക്കാനുള്ളതായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്പർ 3, മോർ വാല്യൂ ഹൈ പ്രൈസ്. നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ എന്തോ ആയിക്കോട്ടെ, ലോ പ്രൈസിൽ, അതായത് ലോ പ്രൈസിൽ കുറെ ആൾക്കാർക്ക് വിൽക്കുന്നതിന് പകരം ഹൈ പ്രൈസിൽ നല്ല വാല്യൂ കൊടുത്ത് വളരെ കുറച്ച് പേർക്ക് കൊടുത്ത് നല്ല പൈസ അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് നിങ്ങളുടെ പെട്ടിയിലാക്കാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മിക്ക ആൾക്കാരും ചെയ്ത് കണ്ടിട്ടുള്ളതാണ്, നമ്മളെല്ലാം തുടങ്ങുന്നത് സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത് പൈസ ഉണ്ടാക്കാനായിരിക്കും. പക്ഷെ പൈസ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം നമ്മൾ ആ ഒരു എവിടെ നിന്നാണ് തുടങ്ങിയെന്നുള്ളത് മറന്നു പോകും. സോ എപ്പോഴും ഫോക്കസ് ചെയ്യുക, എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയാണോ അതിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ചിലപ്പം കംപ്ലീറ്റ് സ്ട്രഗിളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, കംപ്ലീറ്റ് സ്ക്രാച്ചിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഒരു വലിയ സംഭവം ഒരിക്കലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വലിയ പാലം നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കല്ലുകളും അടുക്കി നമ്മൾ അല്ലെങ്കിൽ ഒരു വലിയൊരു പടി കയറുവാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും കയറിയാണ് ആ ഒരു ഹൈറ്റിലോട്ട് എത്തുന്നത്. സോ ടൈം എടുക്കുന്ന പരിപാടിയാണ് ഇത്. പലരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം സ്കില്ലുണ്ട്, പക്ഷേ ആ ഒരു ജേർണിയിൽ പകുതിക്ക് ഇട്ടിട്ട് പോകുന്നുള്ളതാണ്. സോ നിങ്ങൾ വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും റിസൾട്ട് എന്നുള്ളത് നിങ്ങളുടെ അരികിലേക്ക് വരും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതെന്ന് പറയുന്ന പാർട്ട് 1 ആണ്. ഇതിന്റെ പാർട്ട് 2 ഉണ്ടായിരിക്കും. നമുക്ക് ആ ഒരു വീഡിയോയിൽ കണ്ടുമുട്ടണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സ്കിൽ ഐഡന്റിഫൈ ചെയ്യുക, അതിന് നിങ്ങളൊന്ന് സെറ്റാക്കി വരെ വെക്കുക. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ഇടുക.
അപ്പോൾ എന്തായാലും ഇറ്റ്സ് മീ നന്ദു സൈനിങ് ഔട്ട്.